ഗുഡ് മോർണിംഗ്. കർത്താവ് പറഞ്ഞു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തും, ചോദിക്കുന്നവന് ലഭിക്കും, മുട്ടുന്നവന് തുറന്നു കിട്ടും, ദാഹിക്കുന്ന ഏവർക്കും നൽകപ്പെടും. അപ്പോൾ ഇതിനകത്ത് തന്നെ എൻ്റെ ആൻസർ ഉണ്ട്. എന്തുകൊണ്ടാണ് നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ലഭിക്കുക? നമ്മളതിനെ ആ സഫീഷ്യൻ്റായിട്ട് അല്ലെങ്കിൽ ആ ഒരു തീവ്രമായ ആഗ്രഹത്തോടെ അന്വേഷിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് അന്വേഷിക്കാത്തത്? പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ആവശ്യമാണ്, അല്ലെങ്കിൽ അതിനുവേണ്ടി തീവ്രമായിട്ട് അന്വേഷിക്കാമെന്ന് എന്തുകൊണ്ടാണ്? അതിൻ്റെ വാല്യൂ നമുക്ക് ഇപ്പോഴും പിടികിട്ടിട്ടില്ല. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കൊണ്ട് എനിക്ക് എന്താ ലഭിക്കുന്നത്? പിതാവായ ദൈവം എന്തിനാണ് എന്നെ അഭിഷേകം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നതെന്നുള്ളത് ഇപ്പോഴും അതിൻ്റെ വാല്യൂ എനിക്ക് പിടികിട്ടിട്ടില്ല. എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയാം, എനിക്ക് ബൈബിൾ വായിക്കാം, വചനങ്ങൾ അറിയാം, കാണാതറിയാം, അത് ക്ലെയിം ചെയ്യാൻ അറിയാം, ഇതൊക്കെ എനിക്കറിയാം. അപ്പോൾ ഒന്ന്, അതിൻ്റെ ആവശ്യകത എനിക്ക് മനസ്സിലായിട്ടില്ല. രണ്ട്, അതിൻ്റെ വാല്യൂ എനിക്ക് പിടികിട്ടിട്ടില്ല. അതുകൊണ്ട് എന്നെ അന്വേഷിക്കാൻ. എന്തുകൊണ്ടാണ് വാല്യൂ പിടികിട്ടാഞ്ഞത്? ഞാൻ സെൽഫ് സഫീഷ്യൻ്റ്, എനിക്ക് എൻ്റെ ആവശ്യമില്ല. ദാഹിക്കുന്ന ഏവനും എൻ്റെ പക്കൽ എന്ന് പറഞ്ഞാൽ ഈ മരുഭൂമി കൂടെ 2-3 ദിവസം വെള്ളം കിട്ടാതെ നടക്കുന്നവനാണ് ദാഹിക്കുന്നത്, ദാഹം അനുഭവിക്കുന്നത്. അല്ലാതെ വയറ് നിറഞ്ഞിരിക്കുന്ന ഒരുത്തിന് ഇപ്പം വെള്ളം കിട്ടിയില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പം ദാഹം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ടോട്ടലി ഡിഫറെൻറ്റ്. അപ്പോൾ ആ ഒരു ദാഹം നമ്മുടെ ഉള്ളിൽ വരും. കാരണം ഇത് കൂടാതെ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കൂടാതെ നമുക്കൊന്നും ആയിത്തീരാൻ ഞാൻ ഈ ലോകപ്രകാരമാകുന്ന കാര്യമല്ല ഈ പറയുന്നത് കേട്ടോ. അതിന് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം നമുക്ക് ലോകത്ത് നോക്കിയാൽ അറിയാം, ലോകത്തിലെ ഏറ്റവും സമ്പന്നരുടെ പട്ടി നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി പേര് കർത്താവിനെ അറിയാത്തവർ. അവരവരുടെ അധ്വാനം കൊണ്ടും ബുദ്ധി കൊണ്ടും അല്ലെങ്കിൽ മറ്റ് പല റീസൺ കൊണ്ടും അവരത് നേടിയെടുത്തു. പക്ഷെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം അങ്ങനെ നേടിയെടുക്കാൻ പറ്റുന്ന സാധനം. അത് നിത്യതയിലേക്ക് നമ്മളെ കൊണ്ടുവന്ന അതിന് എറ്റേണൽ വാല്യൂ ആണ്. മറ്റതെല്ലാം എല്ലാ സമ്പത്തും എല്ലാ ബാങ്ക് ബാലൻസും സ്വിസ് ബാങ്കിലാണെങ്കിൽ പോലും ഈ ലോകം കൊണ്ട് അത് കഴിഞ്ഞു, അല്ലെങ്കിൽ അത് അതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചു കേട്ടതാണ്. ഈ ലോകം അതിലുള്ള മുഴുവൻ വസ്തുക്കളും കത്തിച്ചാമ്പലായിപ്പോവും, ഒന്നും അവശേഷിക്കുന്നില്ല, ഒന്നും. പിന്നെ കർത്താവ് പുതിയ ആകാശം പുതിയ ഭൂമി സൃഷ്ടിക്കുക. അപ്പോൾ നമ്മുടെ അസറ്റ്സ് അവിടെ കാണുമോ? ഇനി അഥവാ അവിടെ ഉണ്ടെങ്കിൽ തന്നെ നമ്മളവിടെ കാണും. അപ്പോൾ ഏതിനാണ് നമ്മൾ വാല്യൂ കൊടുക്കുന്നത്? ഏതാണോ നിത്യമായിട്ട് നിൽക്കുന്നത്? നമുക്കെപ്പോഴും പ്രശ്നമില്ല. നമുക്ക് ഈ താൽക്കാലികത്തല്ല നമുക്ക് താല്പര്യം, ടെമ്പററി. പണ്ട് കർത്താവിനോട് ഒരു എക്സാമ്പിൾ പറഞ്ഞു. എൻ്റെ വീട് പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വീട് പണിയുമ്പോൾ ചിലപ്പം നമ്മൾ പലപ്പോഴും ഒരു വാടക വീട്ടിലായിരിക്കും താമസിക്കുന്നത്. നമ്മുടെ വീട് പണി കഴിയുന്നവരെ പല വേറെ സൗകര്യം ഇല്ലെങ്കിൽ വി ഗോ ഫോർ എ റെന്റഡ് ഹൗസ്. ആ റെന്റഡ് ഹൗസ് അത്യാവശ്യ സൗകര്യങ്ങളെല്ലാം നമ്മളവിടെ വെക്കത്തുള്ളൂ. അതോ നമ്മൾ ഈ വീട് പണിയാനായിട്ട് വെച്ചിരിക്കുന്ന ഫണ്ട് എടുത്ത് വീട്ടിലേക്ക് മേടിച്ചിരിക്കുന്ന ഫ്ലോറിങ്, ഗ്രാനൈറ്റ്, അല്ലെങ്കിൽ AC, അല്ലെങ്കിൽ വുഡൻ ഫ്ലോറിങ്, അല്ലെങ്കിൽ വുഡൻ സീലിംഗ്, ഇങ്ങനെയുള്ള എക്സ്പെൻസീവ് സാധനങ്ങളെല്ലാം വീടിന് വേണ്ടി മേടിച്ച് വെച്ച സാധനങ്ങൾ എടുത്ത് നമ്മൾ ഈ റെന്റഡ് ഹൗസിൽ വെക്കുമോ, ഇടുമോ? ഫ്ലോറിങ്, ഇതിൻ്റെ ഫ്ലോറിങ് എല്ലാം മാറ്റി അല്ല, 1 വർഷത്തേക്ക് താമസിക്കുന്നവിടെ, അല്ല 1.5 വർഷം. അതുകൊണ്ട് വീട് കൊണ്ട് തീരും. എനിക്ക് ഫ്ലോറിങ് ഇഷ്ടപ്പെടില്ല, അത് വുഡൻ ഫ്ലോറിങ് ആയിരിക്കും. തേക്ക് ഇഷ്ടംപോലെ ഞാൻ വീട് പണിക്ക് വേണ്ടി മേടിച്ച് വെച്ചേക്ക് തേക്ക് അവിടെ കിടക്കില്ല, അതെടുത്ത് അങ്ങോട്ട് ഇട്ടു. സെൻട്രലൈസ്ഡ് AC, അതും നമ്മുടെ വീട്ടിൽ വെക്കാനായിട്ട് വെച്ചിട്ട് സാധനം അത് എടുത്ത് അങ്ങോട്ട് ഫിറ്റ് ചെയ്യും. എന്താ ചെയ്യാത്തത്? കാരണം ഇത് മാക്സിമം വന്നാൽ 1 വർഷം അല്ല 1.5 വർഷം. അതോടുകൂടി അത് പൊട്ടി താക്കോൽ കൊടുത്തിട്ട് നമ്മൾ നമ്മുടെ സ്വന്തം വീട്ടിലോട്ട് പോകും. അപ്പോൾ അതോ ഇതെല്ലാം എടുത്ത് അവിടെ ചിലവാക്കിയിട്ട് ഇവിടെ വരുമ്പോഴോ ഈ വീട് പണിയാൻ വെച്ചിരുന്ന ഫണ്ടെല്ലാം എടുത്ത് വാടക വീട്ടിൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം വീട്ടിൽ വരുമ്പോൾ എന്തെങ്കിലും കാണും? സ്ട്രക്ചർ മാത്രം. അകത്തോ ഫ്ലോറിംഗ് ഇല്ല, AC ഇല്ല, കറണ്ടില്ല, കട്ടിൽ പോലും കാണും. എന്ന് പറഞ്ഞ പോലെ ആകരുത് നമ്മുടെ നിത്യജീവൻ. നമ്മൾ നിത്യതയ്ക്ക് വേണ്ടിയിട്ടാണ് ഒരുങ്ങേണ്ടത്. അതുകൊണ്ട് കർത്താവിൻ്റെ സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകണം. അപ്പോൾ ഇതിനെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ. കർത്താവ് ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ നമ്മൾ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ സംസാരിച്ചായിരുന്നു. ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷം, അതിനെക്കുറിച്ച് നമ്മൾ കേട്ടു. അതെല്ലാ കാലത്തും സീസണിലും ഔട്ട് ഓഫ് സീസണിലും ഫലം കായ്ച്ചുകൊണ്ടേയിരിക്കും. കാരണം അത് വേരൂന്നിരിക്കുന്നത് ആറ്റിലേക്കാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ കർത്താവിലാണ് വേരൂന്നിരിക്കുന്നത്. സീസൺസൊക്കെ മാറിയും മറിഞ്ഞൊക്കെ വരും. ഈ ലോകത്തിൽ പല കാര്യങ്ങളും മാറിയും മറിഞ്ഞു വരും.
പക്ഷെ ഒരു ദൈവ പൈതൽ അവൻ്റെ ആശ്രയത്വം എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിപ്പെൻഡൻസി, എ ചൈൽഡ് ലൈക്ക് ഡിപ്പെൻഡൻസ്, നോ കോൺഫിഡൻസ് ഇൻ ദ ഫ്ലഷ് എന്ന് പറഞ്ഞാൽ സർക്കംസിഷൻ എന്ന് പറഞ്ഞ മീനിങ് എന്ന് പറഞ്ഞാൽ പരിച്ഛേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജഡത്തിലൊരു ആശ്രയമില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വന്തം ശക്തിയിലോ എൻ്റെ കുടുംബഭാരത്തിലോ എൻ്റെ ആരോഗ്യത്തിലോ എൻ്റെ ബുദ്ധിയിലോ അല്ല എൻ്റെ ബന്ധുക്കാരിലോ അവരുടെ ഫണ്ടിലോ ഒന്നും എനിക്ക് ആശ്രയമില്ല. എൻ്റെ ആശ്രയം കർത്താവ് മാത്രം. അതുകൊണ്ട് ആദ്യമേ നമ്മൾ വായിച്ചു കേട്ടത് ജെറമ്യ, ഞാൻ ഓർക്കുന്നില്ല, കാരണം ജെറമ്യയിൽ വായിച്ചു കേട്ടതാണ്. ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവം തന്നെ ആശ്രയമായിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യം. അപ്പോൾ ഇവിടെ ഇതെന്താ സ്ട്രെസ് ചെയ്ത് പറയുന്നത്? ദൈവം തന്നെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്നുണ്ട്. അപ്പം തന്നെ നമ്മൾ നമ്മുടെ പൈസയിലും നമ്മുടെ ബന്ധുജനത്തിലും നമുക്കുള്ള എന്താ പറയുക ബാക്കപ്പിലും നമുക്ക് ഉള്ള ജോലിയിലും ഒക്കെ നമ്മൾ പരിധിവരെ ആശ്രയിക്കുന്നു, ഉറപ്പാണ്. പിന്നെ അതിലൊന്നും കാര്യമില്ല എന്നുള്ളൊരവസ്ഥ വരുമ്പോഴാണ് പലപ്പോഴും ഡോക്ടേഴ്സ് പറയും ഇനിയൊന്നും ചെയ്യാനില്ല, ഞങ്ങളിവിടെ ചെയ്യാവുന്നതെല്ലാം ചെയ്തു, ഇനി നിങ്ങൾ ദൈവത്തെ വിളിച്ചതെന്ന് പറയുമ്പോഴാണ് നമ്മളൊരു മനസ്സോടെ ഇത്രയും നാൾ നമ്മൾ കർത്താവിൽ നിന്ന് പറയുന്നുണ്ടെങ്കിലും നമ്മളെ കൊണ്ടാകുന്നെല്ലാം ചെയ്തിട്ടുണ്ട്, ഇനിയും കർത്താവിലെല്ലാം ആശ്രയിച്ചേക്കും. അങ്ങനെ അവസാനമല്ല ആശ്രയിക്കേണ്ടത് കേട്ടോ. ആദ്യമേ ഒരു പ്രതിസന്ധി വരുമ്പോൾ, ഒരു പ്രശ്നം വരുമ്പോൾ, ഒരു ദൈവത്തിൽ ഏറ്റവും ആദ്യം ആശ്രയിക്കേണ്ടത് കർത്താവ് എനിക്ക് തുണ, ആകെ ഞാൻ പേടിക്കുകയില്ല. കർത്താവ്